ശ്രീ VPP മുസ്തഫ, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ സ്വാഭാവികമായി സംഘർഷങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ കാസർഗോഡ് DCCയിൽ തമ്മിൽ തല്ലുണ്ടാകുന്നു, അവർ തമ്മിൽ തല്ലുന്നു. ലിജുവിൻ്റെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ഒരു മതിലപ്പുറം ലിജു ഉണ്ടായിരുന്നു. ലിജുവിന് ഇറങ്ങി ഓടേണ്ടി വന്നു എന്നൊക്കെയാണ് നാട്ടു സംസാരം, എനിക്കറിയില്ല. പക്ഷേ ലിജുവിൻ്റെ പ്രതികരണ വിഷയത്തിൽ വന്ന് പരിശോധിക്കുമെന്നൊക്കെ. ഇങ്ങനെ ഓരോന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത്തരത്തിൽ അതിരുകൾ ഭേദിച്ചുള്ള ഒരു തർക്കം നടക്കുന്നു. അത് സ്വാഭാവികമായ ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടാകുന്നതല്ലേ? നിങ്ങളുടെ ഇടയിൽ തർക്കമില്ലേ? എന്തിനാണ് ഇതിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പെരുപ്പിച്ച് കാട്ടുന്നത് എന്നതാണ് അവർ ചോദിക്കുന്നത്. റോണി കെ ബേബി, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണം എന്നൊക്കെ ജനാധിപത്യത്തെ അബ്രഹാം ലിങ്കൺ നിർവചിച്ചു എന്ന് അജിംസെ റോണി സാറും നമ്മളും എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, ഒരേ കമ്മിറ്റിയിൽ ഇരിക്കുന്ന സഹപ്രവർത്തകന്റെ മൂക്കിനിടിച്ച് ചവിട്ടി താഴെ ഇടുന്നതാണ് ജനാധിപത്യം എന്നത് റോണി സാറ് നമ്മളെ പഠിപ്പിക്കുന്ന പുതിയ ജനാധിപത്യത്തിൻ്റെ നിർവചനമാണോ സർ? അങ്ങനെ ജനാധിപത്യത്തിനൊരു നിർവചനം ഉണ്ടോ? എന്തൊരു സംഗതിയാണ് സർ ജനാധിപത്യം ഇതിനെ വിളിക്കല്ല നിങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ തന്നെ പടന്ന എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രിയിലാണ്, പാതിരാത്രിയിൽ ലീഗിൻ്റെ പ്രായമുള്ള നേതാക്കളെ ഓഫീസിലിട്ട് പൂട്ടി പുറത്ത് വെച്ചിട്ട് അവരുടെ യൂത്ത് ലീഗിൻ്റെ വിഭാഗം മുദ്രാവാക്യം വിളിക്കുന്നു. ഇന്നിപ്പോൾ ആ യൂത്ത് ലീഗ് കമ്മിറ്റി രാജിവെച്ച് അവരുടെ മണ്ഡലം കമ്മിറ്റിക്ക് രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു. വയനാട്ടിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളെല്ലാം നിലവിളിക്കുന്നു, ഇതെന്തൊരു പാർട്ടി, ഇതെന്തൊരു കോൺഗ്രസ്, ഇതിലെന്ത് ജനാധിപത്യം, നിങ്ങൾ അടിത്തട്ടിലിറങ്ങി പണിയൊന്നും ചെയ്യരുതേ, മേലെ നിന്നാൽ മതി. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയും ആളുകളുമെല്ലാം കൂട്ടത്തോടെ കുറുകയാണ്. വയനാട്ടിലെ കോൺഗ്രസിൻ്റെ DCCയുടെ സെക്രട്ടറി ഗോകുൽദാസ് അയാൾ രാജിവെച്ച് കോൺഗ്രസിനെ വിമർശിച്ച് പുറത്തു പോകുന്നു. ഇങ്ങനെ ചിറയൻകീഴ്, വർക്കലയിൽ, നെടുമങ്ങാട് എല്ലായിടത്തും കൂട്ടക്കുഴപ്പങ്ങൾ. സർ, ഇതാണോ ജനാധിപത്യം? ഇതിനെയാണോ നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കേണ്ടത്? ഇതിനെയൊക്കെ ജനാധിപത്യം എന്ന് നിർവചിച്ചാൽ വളർന്നു വരുന്ന തലമുറ, പ്രത്യേകിച്ച് ജെൻസി എന്ന് പറയുന്നവർ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും ജനാധിപത്യത്തെയൊക്കെ കാണുക? അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ജനാധിപത്യം എന്നൊന്നും വിളിക്കരുത്. ഇത് തികഞ്ഞ അരാജകത്വമാണ് സർ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ചക്കരക്കുടം കൈയിട്ട് വാരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് കാണിക്കുന്ന, UDF കാണിക്കുന്ന അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവർത്തനം, ഇതല്ല സർ ജനാധിപത്യം. ഒരു കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ ഒരുമിച്ചിരിക്കുന്നു, നമ്മുടെ പ്രദേശത്തെ സ്ഥാനാർത്ഥി ആരാവണം, ആ കമ്മിറ്റിയിലെ ഓരോരുത്തരും നിർഭയം അഭിപ്രായം പറയുന്നു. എല്ലാ അഭിപ്രായങ്ങളും കേട്ട് ഒന്നുകിൽ ഐകകണ്ഠേന അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രകാരം ഒരു തീരുമാനമെടുക്കുന്നു. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ യോജിച്ചവരും വിയോജിപ്പിച്ചവരും എല്ലാം ഒരുമിച്ച് ആ തീരുമാനം, പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ രംഗത്തിറങ്ങുന്നു. ഇതല്ലേ സർ ജനാധിപത്യം? അതിനെയല്ലേ നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കേണ്ടത്? നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അവരൻ്റെ മൂക്കിൻ തുമ്പ് വരെ, അല്ലാതെ അയാളുടെ മൂക്കിനിടിച്ച് ചോര വരുത്താനല്ലല്ലോ സർ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും. അതിനെ ജനാധിപത്യം എന്ന് നമ്മൾ വിളിക്കാമോ? അതുകൊണ്ട് എവിടെയാണ് ഗാന്ധിജിയുടെ കോൺഗ്രസ്? എവിടെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ്? അത് ചെന്നെത്തിപ്പെട്ടിരിക്കുന്ന ഏറ്റവും ദാരുണമായ അവസ്ഥ, ആ അവസ്ഥയെ അങ്ങനെ തന്നെ വിമർശിച്ച് പറയാൻ തയ്യാറാകണം സർ. നേരത്തെ അജിംസ് ന്യായമായ വണ്ണം റോണി സാറിനോട് ചോദിച്ചല്ലോ, ഇങ്ങനെ CPIM-ലാകെ കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ സർ, എവിടെയാണ് CPIM? അതേ പാർട്ടിയിൽപ്പെട്ട ഒരാൾ മറ്റൊരാളുടെ സഹപ്രവർത്തകന്റെ സഖാവിന്റെ മൂക്കിനിടിച്ച് ചവിട്ടി താഴെയിട്ടിട്ടുള്ളത്? നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ തൂത്തുവാരാൻ വന്ന ഒരു സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടിയ കാര്യം. നിങ്ങൾ നോക്ക്, ഇടുക്കിയിൽ അജിംസെ അവിടെ തൊടുപുഴയിലെ നമ്മുടെ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി എന്താ ഇപ്പൊ പറയുന്നത്? വലിയ നിലയിൽ കൊണ്ടു നടന്നതാ മുൻ KPCC പ്രസിഡന്റ്, എന്റെ പിള്ളേർ, അവർ കൊന്നു വന്നാലും ഞാൻ സ്വീകരിക്കുമെന്ന് പറയുന്നത്. എതിർ പാർട്ടിയിലെ ഉള്ളവനെ കുത്തിക്കൊന്നു. അയാളുടെ അച്ഛൻ രാജേന്ദ്രൻ, തളിപ്പറമ്പുകാരൻ, കണ്ണൂര്, ഇതേ സുധാകരനെ ബഹുമാനിച്ചിരുന്ന ഒരു പരമ്പരാഗത കോൺഗ്രസ്സുകാരനായിരുന്നു. നെഞ്ചുപൊട്ടി പറഞ്ഞില്ലേ, ആ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി, നിങ്ങൾ നാട് നീളെ കൊണ്ടു നടന്നയാൾ ഇപ്പൊ എന്താ പറയുന്നത്? വേണ്ടി വന്നാൽ ഞാൻ റിബലായി മത്സരിക്കും. സർ, ഇതാണ്. ഇതിനെയൊന്നും ജനാധിപത്യം എന്ന് വിളിക്കരുത്, ഇതിനെയൊന്നും കോൺഗ്രസ് എന്ന് വിളിക്കരുത്. നിങ്ങൾ ഈ തെമ്മാടത്തിലെല്ലാം കാണിച്ചിട്ട് CPM-ലും അങ്ങനെ, CPM-ൽ എവിടെയാണ് സർ ഉള്ളത്? അങ്ങനെ
ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെപ്പോലെ ഒരു ഹൈക്കമാൻഡാണോ? നിങ്ങളെപ്പോലെ ഒരു ഹൈ പവർ കമ്മിറ്റിയാണോ? എന്തെങ്കിലും കോർ കമ്മിറ്റിയാണോ? തികഞ്ഞ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതുകൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ എത്ര പേരെ പ്രഖ്യാപിച്ചു? എല്ലായിടത്തും ഞങ്ങൾ രംഗത്തിറങ്ങി കഴിഞ്ഞില്ലേ? കാസർഗോഡ് ഈ ഇടിയുണ്ടായത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവിടെ നോമിനേഷൻ കൊടുത്ത് താഴെ വോട്ടർമാരെ കാണാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്ന് പിന്നിട്ടു. ഇതുവരെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നാളെ അവസാന മണിക്കൂറാണ്. കാസർഗോട്ടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് 2015 റിബലായി പ്രത്യേക മുന്നണി ഉണ്ടാക്കി മത്സരിച്ച ആളാണ് കോൺഗ്രസ് നേതാവ് ഈ ജെയിംസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തർക്കവാടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടായ പ്രശ്നമല്ല, അതങ്ങനെ കിടക്കുകയാണ്. അതെ അതെ അതെ, ജെയിംസ് പാന്തമക്കൽ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലാണ്. അത് കോൺഗ്രസിന്റെ ഒരു നെടുങ്കോട്ടയാണ്. നമ്മളിപ്പോ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇവര് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വിളിക്കാറുണ്ടല്ലോ അജിംസെ, അതുപോലെ കോൺഗ്രസിന്റെ ഗ്രാമം എന്ന് വിളിക്കാവുന്നതാണ് ഈസ്റ്റ് എളേരി. ആ ഈസ്റ്റ് എളേരിയിൽ കോൺഗ്രസിനെ നെടുകെ പിളർന്ന് പ്രത്യേക പാർട്ടി ഉണ്ടാക്കി പോയ ആളാണ് ഈ ഇന്നിപ്പോ ഇവർ ആക്ഷേപിക്കുന്ന ജെയിംസ്. ആ ജെയിംസിനെ തിരികെ ഇവരെല്ലാം കൂടി തന്നെയാണ് സ്വീകരിച്ചത് കോൺഗ്രസിലേക്ക്. എന്നിട്ട് DCC വൈസ് പ്രസിഡന്റ് ആക്കി. അയാളെ വീണ്ടും അവഗണിക്കാൻ ശ്രമിച്ചു. അപ്പോഴല്ലേ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത് ജെയിംസ്. നിങ്ങൾ ഇതാണ് കാണിക്കുന്നത്.